ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂക്ക നായകനായി എത്തുന്ന ബസൂക്ക എത്താൻ പോകുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. 3ഓളം വമ്പൻ ചിത്രങ്ങളാണ് ക്ലാഷ് റിലീസിന് ബസൂക്കയ്ക്ക് ഒപ്പം ഉള്ളത്. അതിനകത്തിൽ ഏറ്റവും പ്രമുഖമായ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജിംഖാന തന്നെയാണ്. എന്താണേലും ഈ ഒരു സിനിമ ഇറങ്ങുന്നത് തിയേറ്റർ കൗണ്ടുകൾ ഇപ്പോൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നത് 200 മുതൽ 250ഓളം. മമ്മൂട്ടി സിനിമകൾക്ക് തിയേറ്ററിൻ്റെ എണ്ണം വളരെ കുറവ് എന്നുള്ളത് സ്ഥിരം പല്ലവിയായിരിക്കുന്നു. ആദ്യം 300ഓളം തിയേറ്ററുകൾ ലഭിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ 250 വരെ ആകാനുള്ള ചാൻസുകൾ എന്നാണ് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണയുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്ര സ്റ്റൈലിഷ് ആയിട്ടുള്ള സിനിമ ബാക്കിയുള്ള ആരാധകർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് എപ്പോഴും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് തൻ്റെ കഥാപാത്രത്തിൻ്റെ ലുക്ക് അതിഗംഭീരമാകണം. പക്ഷേ അവരുടെ ബോഡി ലാംഗ്വേജോ മുഖമോ ഒന്നും അതിന് ചേരാറില്ല. പലപ്പോഴും ഒരു ഏച്ചുകെട്ടലുകളായിട്ടാണ് കോട്ടിട്ട് വരുന്നതും അല്ലെങ്കിൽ ഒരു നല്ല ഒരു ക്യാരക്ടർ കാണുന്നതും. സാധാരണക്കാരുടെ ക്യാരക്ടർ ഒട്ടുമിക്ക മലയാളികൾക്കും ചേരുമെങ്കിൽ ഒരു ഹൈഫൈ സെറ്റപ്പിലുള്ള ആ ഒരു ലുക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ലുക്കിൽ പലരും അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ടെങ്കിൽ പോലും ലുക്ക് മമ്മൂട്ടിക്ക് മാത്രമാണ്. അത് അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളത് പൊക്കി പറഞ്ഞിട്ടോ താത്തി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ അത് കിട്ടുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സിനിമ ഇന്നത്തെ കാലത്ത് ഏറ്റവും ചർച്ചാ വിഷയമാകുന്നതും ആ ഒരു രീതിയിൽ തന്നെയാണ്. കൊടൂര സ്റ്റൈലിഷ് ആയിട്ടുള്ള മമ്മൂട്ടി സിനിമ പക്ക ഫാൻ എലിമെൻ്റ് ഒന്നും ലെവലിലല്ല ഈ ഒരു സിനിമ വരുന്നത്. ഒരു പരീക്ഷണ ചിത്രം. മലയാളത്തിൽ ഇത്രത്തോളം പരീക്ഷണ ചിത്രങ്ങളുമായി വരുന്ന വേറെ ഒരു നടനും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ തിയേറ്ററുകളുടെ എണ്ണം വരുമ്പോൾ മാത്രം മമ്മൂട്ടിയെ എപ്പോഴും പിന്നോട്ട് പോകുന്ന കാര്യം. പ്രത്യേകിച്ച് തിയേറ്റർ ഉടമകൾ പോലും വലിയ കാര്യമായി അതിന് പിന്തുണ നൽകുന്നില്ല. പലപ്പോഴായി അവരുടെ രക്ഷകനായി എത്തിയത് മമ്മൂട്ടി സിനിമകളാണെങ്കിൽ പോലും അവർ അതൊക്കെ മറക്കുകയാണ്. എന്തായാലും ബസൂക്കയുടെ ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്നത് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ചിത്രമായിരിക്കും. നല്ല മെച്ചമുള്ള മിടുക്കനായിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഇതുവരെ നമ്മൾ കണ്ട് വെറുതെ ആളുകൾ പറഞ്ഞ് എന്തോ ആക്കിയ സിനിമകളല്ല. അതായത് പല സിനിമകളും ആളുകൾ ആദ്യം വമ്പൻ സംഭവം എന്ന് പറയും, പിന്നീട് നമ്മൾ കാണുമ്പോൾ ആ ഒരു ഒഴുക്കിൽ എല്ലാവരും പറയും സൂപ്പറാണെന്ന് പറയുകയും പിന്നീട് ഒന്നും അല്ലാതാകുന്ന സിനിമകളാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ ഒരു സിനിമ ആ കാറ്റഗറിയിൽ വരില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഈ ഒരു സിനിമ ഒരു 1.5 ഐറ്റമായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ കഥയും കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ ആളുകളൊക്കെ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പല സിനോപ്സിസുകൾ പുറത്ത് വരുന്നു. അതൊക്കെയാണോ എന്നുള്ളത് തിയേറ്ററിൽ വരുമ്പോൾ കാണാം. എന്താണ് ഒരു ഗെയിം ത്രില്ലർ, നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വെറൈറ്റി സബ്ജക്റ്റുമായിട്ടാണ്. എന്താണെങ്കിലും UK, US അവിടെയൊക്കെയുള്ള ബുക്കിംഗ് മികച്ച രീതിയിൽ തന്നെ GCC രാജ്യങ്ങളിൽ റെക്കോർഡ് ബുക്കിംഗ് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് UK, UAE സ്ഥലങ്ങളിൽ ഹൗസ്ഫുൾ ഷോസ് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 300 സ്ക്രീനുകളുടെ മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് GCCയിൽ നമ്മൾ കാണുന്ന. ഒരുപക്ഷെ അതിൻ്റെ മുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അതുപോലെ റെക്കോർഡുകൾക്ക് മുകളിൽ ഈ ഒരു സിനിമ പുതിയ തരംഗം സൃഷ്ടിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിന് മുന്നേ ഇറങ്ങിയ പല സിനിമകളും വെറും അല്ലെങ്കിൽ പല നടന്മാരുടെയും സിനിമകൾ അതൊന്നുമല്ലായിരുന്നു എന്നുള്ളൊരു ഫീൽ വരും. ചെറിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബഡ്ജറ്റാണ്. 25 കോടി ബഡ്ജറ്റാണ് ഇന്ന് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ഒരിക്കൽ കൂടെ പറയാം, ഇത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളോ ഒന്നുമല്ല. പലരും 60 കോടി 70 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സിനിമകൾ അല്ലെങ്കിൽ വലിയ സിനിമകൾക്കൊക്കെ ഏത് റേഞ്ച് ആയിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നറിയാം. ഇത് നമുക്ക് ലഭ്യമായ വിവരങ്ങളിൽ 25 കോടിയോളമാണ് സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിനെ നീതി പുലർത്തുന്ന ലെവലിലായിരിക്കും ഈ സിനിമ വരുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഒരുപാട് നാളുകളായി കാത്തിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിയിലിരുന്ന സിനിമയാണ്. അത് ഒടിതട്ടി മുന്നോട്ട് വരുമ്പോൾ 5 വർഷത്തോളമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പ്. എന്താണേലും കാത്തിരിക്കാം. നമുക്ക് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റുകൾ ഇനി ചടപട എന്ന് വരാൻ പോവുകയാണ്. 5-ാം തീയതി ആയിരിക്കും സിനിമയുടെ കേരളത്തിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അപ്ഡേറ്റ്. ഇന്നലെ നമ്മൾ 6-ാം തീയതി എന്നാണ് പറഞ്ഞിരുന്നത്. 5-ാം തീയതി അവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. എന്തായാലും 2 ദിവസമാണ്, നമുക്ക് കാത്തിരിക്കാം. 5-ാം തീയതി ആണോ 6-ാം തീയതി ആണോ എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം. എന്താണെങ്കിലും നിങ്ങൾ മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ തീർച്ചയായും ഒരു കാര്യം, ഇന്ന് പലരും കമൻസിലൂടെ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം തരംഗമാക്കിയാൽ പോരാ. തീർച്ചയായും അവർ പറയുന്ന കാര്യത്തിലും കാര്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ. കാരണം നല്ല സിനിമകൾ വന്നിട്ട് പോലും ആ ഒരു സപ്പോർട്ട് പലപ്പോഴും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. മലയാളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇറങ്ങുമ്പോഴും ഫാൻസുകാർ അതിനുള്ള സപ്പോർട്ട് നൽകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എതിരാളികൾ പറയുന്നത് പോലെ തന്നെ യാഥാർത്ഥ്യമാണോ എന്നുള്ള ലെവലിലേക്ക് പോകുന്നു. കാരണം അത്രത്തോളം കനത്ത സപ്പോർട്ടുകൾ കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. നിങ്ങളെല്ലാവരും ആഞ്ഞെന്ന് പിടിച്ചാൽ തീർച്ചയായും ഇതൊരു വമ്പൻ സംഭവം തന്നെയായിരിക്കും. എന്തായാലും സിനിമയുടെ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസാണ്. ഇതൊരു ഗംഭീര സിനിമ തന്നെയാണ് എന്നുള്ളതാണ് അറിവ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.